ഇനി മറ്റു വാർത്തകളിലേക്ക്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം.കെ. രാഘവൻ എംപിക്കെതിരെ അതൃപ്തി അറിയിച്ച് കണ്ണൂർ DCC. KPCC നേതൃത്വത്തെയാണ് അതൃപ്തി അറിയിച്ചത്. നിയമനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തി. 3 നിയമനങ്ങളിൽ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ആദ്യഘട്ടത്തിൽ 2-3 പ്രവർത്തകരുടെ മാത്രം വികാരമായിരുന്നു. അത് കൂടുതൽ പ്രവർത്തകർ അത് ഏറ്റെടുക്കുന്നു. അവരെ പുറത്താക്കിയെങ്കിൽ കൂടിയും DCC ഇപ്പോൾ അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യം. KPCCക്ക് മേൽ സമ്മർദ്ദം കൂടുന്നു. എന്ത് നീക്കത്തിലേക്കായിരിക്കും എം.കെ. രാഘവനെതിരെ കോൺഗ്രസ് നേതൃത്വം എടുക്കാൻ പോകുന്നത്? എം.കെ. രാഘവനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് KPCCയും AICCയുമാണ്. കാരണം മുതിർന്ന നേതാവാണ് അദ്ദേഹം, ലോക്സഭയിലെ മുതിർന്ന അംഗമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള എടുക്കേണ്ടത് KPCCയും AICCയും ഒക്കെയാണ്. അതിന് ശുപാർശ ചെയ്യാൻ പോലുമുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം കണ്ണൂർ DCCക്കില്ല. സ്വാഭാവികമായും ഇക്കാര്യത്തിലുള്ള അമർഷം അല്ലെങ്കിൽ പ്രതിഷേധം നേതൃത്വത്തെ അറിയിക്കുക എന്നത് മാത്രമാണ് നിലവിൽ DCCക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. എം.കെ. രാഘവൻ അടക്കം 11 അംഗ ഭരണസമിതിയുടെ കീഴിലാണ് മാടായി കോപ്പറേറ്റീവ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബോർഡാണ്, ഒരു ഭരണസമിതിയാണ്. ഇതിൻ്റെ നിയന്ത്രണമുള്ളത്. ആ ഭരണസമിതിയാണ് 4 നിയമനങ്ങൾ ഈ കോളേജിൽ നടത്തുന്നത്. ഈ 4 നിയമനങ്ങളിൽ 3 നിയമനങ്ങൾ പണം വാങ്ങി, കോഴ വാങ്ങി ബന്ധുക്കളെ നിയമിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ ആരോപണം. സ്വാഭാവികമായും അതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കുഞ്ഞിമംഗലം പ്രദേശത്ത് ഏതാണ്ട് 150ഓളം ആളുകൾ ഒപ്പിട്ട് KPCC പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും ഈ നിയമനം നടത്താൻ പാടില്ല എന്ന ഒരു നിവേദനം നൽകിയിരുന്നു. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല എം.കെ. രാഘവൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ അഭിമുഖ പരീക്ഷ നടന്നു. അഭിമുഖ പരീക്ഷയ്ക്ക് നടക്കുന്ന ദിവസം എം.കെ. രാഘവനും ആടി എത്തിയിരുന്നു. അവിടെ വെച്ചാണ് എം.കെ. രാഘവനെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ആളുകൾ തടയുന്നത്. ആ തടഞ്ഞ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുന്നു. 5 പേരെ DCC സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ ഒരു സമവായ ചർച്ചയ്ക്കായി DCC സെക്രട്ടറി രജിത് നാറാത്തിനെ DCC പ്രസിഡന്റ് ഇവിടേക്ക് അയക്കുന്നു. അവരവിടെ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഈ വിവാദത്തിലുള്ള 3 പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കില്ല, ആ നിയമനം മരവിപ്പിക്കുമെന്ന ഉറപ്പ് കണ്ണൂർ DCCക്ക് വേണ്ടി ഈ DCC സെക്രട്ടറി നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രാവിലെ 7 മണിക്ക് തന്നെ കോളേജിൻ്റെ ഓഫീസ് തുറക്കുന്നു. ഈ 4 പേർക്കും നിയമന ഉത്തരവ് നൽകുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം തെരുവിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നലെ എം.കെ. രാഘവൻ്റെ കോലവുമായി പാർട്ടിയുടെ ഭാരവാഹികളടക്കമുള്ള ആളുകൾ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാഘവൻ്റെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടു. അതിലെ 37 അംഗങ്ങൾ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. ഏതാണ്ട് 100ലധികം ഭാരവാഹികളടക്കമുള്ള ആളുകളാണ് ഇന്നലെ ഒരൊറ്റ ദിവസം മാത്രം കോൺഗ്രസ് വിട്ട് എം.കെ. രാഘവനെതിരെ പ്രതിഷേധവുമായി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതോടുകൂടിയാണ് അന്ന് എം.കെ. രാഘവനെ തടഞ്ഞു വെക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പ്രവർത്തകർ വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾക്ക് CPM പ്രവർത്തകനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് നിയമനം നടത്താൻ പോയിരുന്നത്. അതിനെതിരെയാണെന്ന് പ്രതിഷേധമുണ്ടായിരുന്നത്. ആ ആളെ തന്നെ മാടായി കോളേജിൽ നിയമിച്ചോ, അല്ലെങ്കിൽ പ്രതിഷേധത്തെ തുടർന്ന് ആ നിയമനം പിന്നീട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്? പിന്നീട് എന്താണ് സംഭവിച്ചത് അവിടെ? ആ ആളെ തന്നെയാണ് നിയമിച്ചത്. അതാണ് ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് CPMൻ്റെ DYFIയുടെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്ന എം.കെ. രാഘവൻ്റെ ബന്ധു കൂടിയായ ഒരാളാണ് അവിടെ നിയമനം നേടിയിരിക്കുന്നത്. അതായത് 4 നിയമനങ്ങളാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത്. ആ 4 നിയമനങ്ങളിൽ 3 നിയമനങ്ങളും CPMകാർക്കാണ്, DYFIക്കാർക്കാണ് നൽകിയതെന്നാണ് ആക്ഷേപം. അതിൽ ഒരാൾ എം.കെ. രാഘവൻ്റെ ബന്ധുവാണ്, മറ്റൊരു ഡയറക്ടർ ബോർഡ് അംഗത്തിൻ്റെ ബന്ധുവാണ്. അത്തരത്തിൽ 15 ലക്ഷത്തോളം രൂപ വരെ കൈക്കൂലി വാങ്ങി നിയമനം നടത്തിയെന്നാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ആ നിയമനം ഒരു കാരണവശാലും നടത്താൻ പാടില്ല. അവിടെ കോൺഗ്രസിനെതിരായി പ്രവർത്തിക്കുന്ന, DYFIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ ഒരു കാരണവശാലും നിയമിക്കരുതെന്നായിരുന്നു പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആവശ്യം. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആരെ നിയമിക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടോ ആ 3 പേർക്ക് തന്നെ നിയമനം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് രോഷം തെരുവിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇന്ന് അതിൻ്റെ മറ്റ് പ്രതിഷേധങ്ങളിലേക്ക്, ഇന്ന് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് എം.കെ. രാഘവൻ്റെ പയ്യന്നൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഒരു വിഭാഗം ആളുകൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഈ കണ്ണൂർ DCC ഇതിൽ 11 അംഗ ഭരണസമിതിയിൽ 5 പേർക്കെതിരെ നടപടിയെടുത്തു. അതായത് ഈ നിയമനം തെറ്റായിപ്പോയി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 5 പേർക്കെതിരെ നടപടിയെടുക്കുന്നത്. ഈ കണ്ണൂർ DCCക്ക് നടപടിയെടുക്കാൻ കഴിയുന്ന 5 പേർക്കെതിരെ മാത്രമാണ് നടപടി അവർക്ക് എടുക്കാൻ കഴിയുക. മറ്റ് 2 പേർ, ഒന്ന് ബ്ലോക്ക്
കോൺഗ്രസിന്റെ പ്രസിഡന്റ് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജും മറ്റൊന്ന് MK രാഘവനുമാണ്. ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ നടപടി എടുക്കേണ്ടത് KPCC ആണ്. MK രാഘവനെതിരെ നടപടി എടുക്കേണ്ടത് KPCCയുടെ ശുപാർശയോടുകൂടി AICC ആണ്. അതായത് തെറ്റ് പറ്റിയെന്ന് കൃത്യമായി DCCക്ക് ബോധ്യമായിട്ടുണ്ട്. സ്വാഭാവികമായും രാഘവനെതിരെ അതുകൊണ്ട് തന്നെ നടപടി വേണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം ആ വിഷയത്തിൽ രാഘവൻ അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാഘവന്റെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.